സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിനിയായ 13-കാരിക്കാണ് അവസാനമായി ഈ അപൂർവ രോഗം ബാധിച്ച് ജീവൻ നഷ്ടമായത്. കുളത്തിലും മറ്റ് ജലാശയങ്ങളിലും ജീവിക്കുന്ന ഏകകോശ ജീവിയായ അമീബ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത്? 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന അപൂർവ രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. അമീബ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. നെഗ്ലേറിയ ഫലൗറി എന്ന ഇനം അമീബയാണ് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെയോ ചെവിയിലൂടെയോ ആണ് ഇവ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുക. തുടർന്ന് ഇവ തലച്ചോറിലെത്തി എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകും. രോഗം ബാധിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗുരുതരമാകുകയും മരണം സംഭവിക്കുകയും ചെയ്യും. നെഗ്ലേറിയ ഫലൗറി എന്ന അമീബ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. ശക്തമായ തലവേദന, ഓക്കാനം, ഛർദി, ശരീരവേദന എന്നിവയാണ് ലക്ഷണം. രോഗം ശക്തമായാൽ ബോധക്ഷയം ഉൾപ്പെടെ സംഭവിക്കാം. നട്ടലിൽ നിന്നുള്ള സ്രവം എടുത്തുള്ള പരിശോധനയിലാണ് രോഗം കണ്ടെത്തുക. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാൽ മുക്തി നേടുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ രോഗം വരാതെ നോക്കലാണ് വേണ്ടത്. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കരുത്. നീർച്ചാലുകളിൽ കുളിക്കാതിരിക്കുക. മൂക്കിനുള്ളിലും ചെവിയിലും വെള്ളം കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം.